കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടിരുന്നല്ലോ അല്ലേ, ക്യാപ്റ്റൻ കൂൾ എന്ന ആ ഒരു വേർഡ് മഹേന്ദ്ര സിംഗ് ധോണി ട്രേഡ് മാർക്കിന് അപേക്ഷിച്ചിരിക്കുകയാണ്. അത് ഫയലിൽ സ്വീകരിച്ചു, മിക്കവാറും അദ്ദേഹത്തിന് കിട്ടുന്നൊക്കെ. കാരണം അദ്ദേഹത്തെ ക്യാപ്റ്റൻ കൂൾ എന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. സമ്മർദ്ദമായ മത്സരങ്ങളൊക്കെ വളരെ കൂളായി ഹാൻഡിൽ ചെയ്ത് വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ എന്ന നിലയിലാണ് മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റൻ കൂൾ എന്നെല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഒരുപാട് ക്യാപ്റ്റൻ കൂളുകൾ വേറെ ഉണ്ട് കേട്ടോ, ധോണി മാത്രമൊന്നും പറയാൻ കഴിയില്ല. ധോണിക്ക് മുമ്പും ഉണ്ട്, ധോണിക്ക് ശേഷവും ഉണ്ട്, ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ശ്രേയസ് അയ്യരൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. എത്ര പ്രഷർ സിറ്റുവേഷൻ ആണെങ്കിലും വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ധോണി ആ ഒരു ട്രേഡ് മാർക്ക് ക്യാപ്റ്റൻ കൂൾ എടുക്കുന്നതോടുകൂടി ഇനി വേറെ ആരെയും ക്യാപ്റ്റൻ കൂൾ എന്ന് വിളിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണല്ലോ ഉള്ളത് എന്ന് കുറേ പേരൊക്കെ ചിന്തിച്ചു, കുറേ പേരൊക്കെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഒരാൾ നിയമപരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. MS ധോണി ക്യാപ്റ്റൻ കൂൾ എന്ന വെളിപ്പേര് ട്രേഡ് മാർക്കായി രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നതിനെതിരെ ഡൽഹി ആസ്ഥാനമായ അഭിഭാഷകൻ അശുതോഷ് ചൗധരി ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ പരാതി നൽകി. ക്യാപ്റ്റൻ കൂൾ പൊതുവായ വിശേഷമാണെന്നും ഇത് ധോണിക്ക് മാത്രമായി കുത്തകയാക്കാൻ അനുവദിക്കരുതെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. ക്യാപ്റ്റൻ കൂൾ മാധ്യമങ്ങളും ആരാധകരും വ്യാപകമായി ഉപയോഗിക്കുന്ന വാക്കാണെന്നും പ്രശസ്തിയെ ട്രേഡ് മാർക്കാക്കാൻ കഴിയില്ലെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ഞാനും അഭിപ്രായക്കാരൻ തന്നെയാണ്. അങ്ങനെ ഒരു വേർഡ് ഒരാൾ കുത്തകയാക്കി കൊണ്ടുവന്നിട്ട് എനിക്കും പേഴ്സണലി താല്പര്യമില്ല. പക്ഷേ നമ്മൾ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവരുടെ ഒരു ട്രെൻഡിന് വേണ്ടി ഉപയോഗിച്ച ഒരു വേർഡാണ് ക്യാപ്റ്റൻ കൂൾ. അതിനി വേറെ ആരെയും വിളിക്കണ്ട, അതിനി എനിക്ക് സ്വന്തം എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. പിന്നെ ഇനി ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റേ ഹെലികോപ്റ്ററും ട്രേഡ് മാർക്കിലൂടെ എടുക്കുമെന്ന് ആർക്കറിയാം. ഹെലികോപ്റ്റർ ഷോട്ടും ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് കാണുന്നല്ലേ. ഇനി നാളെ അദ്ദേഹം ഹെലികോപ്റ്റർ എൻ്റെ സ്വന്തം, ഇനി ആരും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ കമ്പനിയൊക്കെ തണ്ടി പോകുമല്ലോ.